ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിനോ PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരുന്ന PSC പരീക്ഷകളിലൊക്കെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കറണ്ട് അഫേഴ്സിൽ ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് പത്മ പുരസ്കാരം 2025 രാജ്യത്തെ പരമോന്നത സിവിലിയൻ അവാർഡുകളിലൊന്നാണ് പത്മ പുരസ്കാരം. ഇത് പ്രധാനമായിട്ടും 3 തരത്തിലാണ്: പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. ഓക്കെ, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. 2025 139 പത്മ പുരസ്കാരങ്ങൾക്കാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയിട്ടുള്ളത്. അതിൽ 7 പേർക്ക് പത്മവിഭൂഷൺ, 19 പേർക്ക് പത്മഭൂഷൺ, 113 പേർക്ക് പത്മശ്രീ. ഓക്കെ, ഓർത്തുവയ്ക്കുക, 139 പത്മ പുരസ്കാരങ്ങൾക്കാണ് 2025 രാഷ്ട്രപതി അംഗീകാരം നൽകിയിട്ടുള്ളത്. 7 പേർക്ക് പത്മവിഭൂഷൺ, 19 പേർക്ക് പത്മഭൂഷൺ, 113 പേർക്ക് പത്മശ്രീ. ഇനി നമുക്ക് പത്മ പുരസ്കാരത്തിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാം. അതായത് 2025 പത്മ പുരസ്കാരത്തിന് അർഹരായ മലയാളികളുടെ എണ്ണം എത്രയാണ്? 5. അതായത് 2025 പത്മ പുരസ്കാരത്തിന് അർഹരായ മലയാളികളുടെ എണ്ണമാണ് 5. ഇതിൽ 1 പത്മവിഭൂഷണും 2 പത്മഭൂഷണും 2 പത്മശ്രീയുമാണ് ലഭിച്ചിട്ടുള്ളത്. അതായത് ആകെ മലയാളികളുടെ എണ്ണം എന്ന് പറയുന്നത് 5. ഈ 5 മലയാളികളിൽ 1 പത്മവിഭൂഷണും 2 പത്മഭൂഷണും 2 പത്മശ്രീയാണ് ലഭിച്ചിട്ടുള്ളതെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അവർ ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പത്മവിഭൂഷൺ, അതായത് 2025 പത്മവിഭൂഷൺ ലഭിച്ച മലയാളി ആരാണ്? MT വാസുദേവൻ നായർ. 2025 പത്മവിഭൂഷൺ ലഭിച്ച മലയാളിയാണ് MT വാസുദേവൻ നായർ. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചതെന്ന് ഓർക്കുക. അതായത് 2024 ഡിസംബറിൽ അദ്ദേഹം അന്തരിച്ചു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 2025 മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചതെന്ന് ഓർക്കുക. നെക്സ്റ്റ്, പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് 2 പേർക്കാണ്. ഒന്ന് മുൻ ഹോക്കി താരമായ PR ശ്രീജേഷ്. ഓർത്തു വയ്ക്കുക, 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് 2 മലയാളികൾക്കാണ്. അതിൽ ആദ്യത്തെ വ്യക്തിയാണ് മുൻ ഹോക്കി താരമായ PR ശ്രീജേഷ്. അടുത്ത വ്യക്തി ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ ജോസ് ചാക്കോ പെരിയപുരം. ഓക്കെ, 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? മുൻ ഹോക്കി താരമായ PR ശ്രീജേഷ്, ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ ജോസ് ചാക്കോ പെരിയപുരം. നെക്സ്റ്റ്, പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ അതും 2 വ്യക്തികൾക്കാണ് 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. ആർക്കൊക്കെയാണ്? കർണാടക സംഗീതജ്ഞയായ ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ, അതുപോലെ മുൻ ഫുട്ബോൾ താരമായ IM വിജയൻ എന്നിവർക്കാണ് 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഈ 5 വ്യക്തികൾക്കാണ് 2025 പത്മ പുരസ്കാരം ലഭിച്ച മലയാളികൾ എന്ന് ഓർക്കുക. ആരൊക്കെയാണ്? പത്മവിഭൂഷൺ ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അതുപോലെ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ മുൻ ഹോക്കി താരമായ PR ശ്രീജേഷ്, ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ ജോസ് ചാക്കോ പെരിയപുരം. പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് കർണാടക സംഗീതജ്ഞയായ ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ, ഫുട്ബോൾ താരമായ IM വിജയൻ. ഓക്കെ, ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ OTT പ്ലാറ്റ്ഫോം ഏതാണ്? സി സ്പേസ്. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യ OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം നിലവിൽ വരുന്നത്. ആ ഒരു OTT പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? സി സ്പേസ് ആണ്. ഓക്കെ, ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സമുദ്രബന്ധന സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? കേരളം. ഓക്കെ, ഓർത്തു വയ്ക്കുക, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സമുദ്രബന്ധന സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളമാണെന്ന് ഓർക്കുക. ഇതോടൊപ്പം ഓർത്തു വയ്ക്കേണ്ട മറ്റൊരു പോയിന്റ്, മികച്ച സമുദ്രബന്ധന ജില്ലയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊല്ലമാണ് കേട്ടോ. ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സമുദ്രബന്ധന സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം കേരളമാണ്. അതുപോലെ ജില്ല കൊല്ലമാണെന്ന് ഓർക്കുക. നെക്സ്റ്റ്, 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. നെക്സ്റ്റ്, രത്തൻ ടാറ്റയെക്കുറിച്ച് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത് ആരാണ്?
തോമസ് മാത്യു. ഓർത്തുവയ്ക്കുക, രത്തൻ ടാറ്റയെക്കുറിച്ച് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് തോമസ് മാത്യു. ആരാണ് രത്തൻ ടാറ്റ? ഇന്ത്യയിലെ പ്രമുഖ വ്യവസായിയായ വ്യക്തിയാണ് രത്തൻ ടാറ്റ. അദ്ദേഹം 2024 ഒക്ടോബറിൽ അന്തരിച്ചു. അപ്പോൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത് ആരാണ്? തോമസ് മാത്യു ആണ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, കേരളത്തിൻ്റെ പുതിയ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിൻ്റെ പുതിയ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിൻ്റെ 23ാമത് ഗവർണറാണ്. ഓക്കെ, കേരളത്തിൻ്റെ പുതിയ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിൻ്റെ 23ാമത് ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അപ്പോൾ ഇതിൻ്റെ മുൻപ് ഗവർണറായിരുന്ന വ്യക്തി ആരായിരുന്നു? ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അപ്പോൾ കേരളത്തിൻ്റെ പുതിയ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. നമ്മുടെ മുൻ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എത്രാമത് ഗവർണറായിരുന്നു? കേരളത്തിൻ്റെ 23ാമത് ഗവർണറാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, കേരളത്തിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്ഷേമത്തിനും ഇൻഷുറൻസ് പരിരക്ഷയ്ക്കും മറ്റു ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനുമായി സർക്കാർ ആരംഭിച്ച ആപ്പ് ഏതാണ്? അതിഥി ആപ്പ്. ഓർത്തുവയ്ക്കുക, കേരളത്തിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്ഷേമത്തിനും ഇൻഷുറൻസ് പരിരക്ഷയും മറ്റ് ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനുമായി സർക്കാർ ആരംഭിച്ച ആപ്പാണ് അതിഥി ആപ്പ്. നെക്സ്റ്റ്, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? തെളിമ. ഓർത്തുവയ്ക്കുക, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തെളിമ. നെക്സ്റ്റ്, 2024 ഐവറി പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ചലച്ചിത്ര ഗായികയായ KS ചിത്രയാണ്. 2024 ഐവറി പുരസ്കാരത്തിന് അർഹയായത് KS ചിത്രയാണ്. 50,000 രൂപയും ശില്പിയായ ഷാൻ KR രൂപകൽപ്പന ചെയ്ത കരിങ്കൽ ശില്പവും ചേർന്നതാണ് പുരസ്കാരം. ഓക്കെ, 2024 ഐവറി പുരസ്കാരത്തിന് അർഹയായത് KS ചിത്രയാണ്. 50,000 രൂപയും ശില്പിയായ ഷാൻ KR രൂപകൽപ്പന ചെയ്ത കരിങ്കൽ ശില്പവും ചേർന്നതാണ് പുരസ്കാരം. നെക്സ്റ്റ്, ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണനാണ്. ISROയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ്. 11ാമത് ISRO ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. ഓക്കെ, നമ്മുടെ മുൻപ് അതായത് ഇതിനു മുൻപുള്ള ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ S സോമനാഥ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് ഡോക്ടർ വി നാരായണൻ ISROയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റത്. അദ്ദേഹം 11ാമത് ചെയർമാനാണ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽ രത്ന പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? ഷൂട്ടിംഗ് താരമായ മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യനായ D ഗുഗേഷ്, ഹോക്കി ടീം ക്യാപ്റ്റനായ ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റായ പ്രവീൺ കുമാർ. ഓർത്തുവയ്ക്കുക, രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽ രത്ന പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? ഷൂട്ടിംഗ് താരമായ മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യനായ D ഗുഗേഷ്, ഹോക്കി ടീം ക്യാപ്റ്റനായ ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റായ പ്രവീൺ കുമാർ. നെക്സ്റ്റ്, 2024 അർജുന അവാർഡിന് അർഹനായ മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ്. ഓക്കെ, 2024 അർജുന അവാർഡിന് അർഹനായ മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ്. നെക്സ്റ്റ്, 2024 ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായ മലയാളി ബാഡ്മിൻ്റൺ പരിശീലകൻ ആരാണ്? S മുരളീധരൻ. 2024 ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായ മലയാളി ബാഡ്മിൻ്റൺ പരിശീലകനാണ് S മുരളീധരൻ. നെക്സ്റ്റ്, 2025 റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യാതിഥി ആരാണ്? ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രേബാവോ സുബിയാന്തോ ആണ്. ഓക്കെ, 2025 റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യാതിഥിയാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രേബാവോ സുബിയാന്തോ. നെക്സ്റ്റ്, സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഏത് പോലീസ് സ്റ്റേഷനാണ്? തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. ഓക്കെ, സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. നെക്സ്റ്റ്, 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടത്തിന് അർഹയായത് ആരാണ്? അമേരിക്കൻ താരമായ മാഡിസൺ കീസ് ആണ്. ഓക്കെ, 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടത്തിന് അർഹയായത് അമേരിക്കൻ താരമായ മാഡിസൺ കീസ് ആണ്. ബലാറസ് താരമായ ആര്യാന സെബലങ്കയെ പരാജയപ്പെടുത്തിയാണ് മാഡിസൺ കീസ് ഈ ഒരു കിരീടത്തിന് അർഹയായതെന്ന് ഓർക്കുക. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടത്തിന് അർഹയായത് അമേരിക്കൻ താരമായ മാഡിസൺ കീസാണ്. ബലാറസ് താരമായ ആര്യാന സെബലങ്കയാണ് പരാജയപ്പെടുത്തിയതെന്ന് ഓർക്കുക. നെക്സ്റ്റ്, 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടത്തിന് അർഹനായത് ആരാണ്?
ഇറ്റലി താരമായ ജാനിക് സിന്നറാണ്. ഓക്കെ, 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടത്തിന് അർഹനായത് ഇറ്റലി താരമായ ജാനിക് സിന്നറാണ്. ജർമ്മൻ താരമായ അലക്സാണ്ടർ സൊരേവിനെ പരാജയപ്പെടുത്തിയാണ് ജാനിക് സിന്നർ ഈ ഒരു കിരീടത്തിന് അർഹനായത്. അപ്പോൾ 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടത്തിന് അർഹയായത് അമേരിക്കൻ താരമായ മാഡിസൺ കീസ്. പരാജയപ്പെടുത്തിയത് ആരെയാണ്? ബലാറസ് താരമായ ആര്യാന സബലങ്കയാണ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടത്തിന് അർഹനായത് ഇറ്റാലിയൻ താരമായ ജാനിക് സിന്നറാണ്. ജർമ്മൻ താരമായ അലക്സാണ്ടർ സൊരേവിനെ പരാജയപ്പെടുത്തിയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായതെന്ന് ഓർക്കുക. നെക്സ്റ്റ്, 80 രാജ്യങ്ങളിലായി പുറത്തിറങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഏതാണ്? ഹോപ്പ്. 80 രാജ്യങ്ങളിലായി പുറത്തിറങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ഹോപ്പ്. കത്തോലിക്കൻ സഭയുടെ തലവനായ വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം 2025 ഏപ്രിലിൽ അടുത്തിടെ അന്തരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഹോപ്പ് എന്ന് പറയുന്നത്. എത്ര രാജ്യങ്ങളിലായിട്ടാണ്? 80 രാജ്യങ്ങളിലായിട്ടാണ് ഈ ഒരു ആത്മകഥ പുറത്തിറക്കിയത്. ഓക്കെ, ഓർത്തു വയ്ക്കുക. 2025 ഏപ്രിലാണ് അദ്ദേഹം അന്തരിച്ചത്. കത്തോലിക്ക സഭയുടെ തലവനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോൾ 80 രാജ്യങ്ങളിലായി പുറത്തിറങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഏതാണ്? ഹോപ്പ്. ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡിന് അർഹയായത് ആരാണ്? കാമ്യ കാർത്തികേയൻ. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡിന് അർഹയായത് കാമ്യ കാർത്തികേയനാണ്. എവറസ്റ്റ് കീഴടക്കുമ്പോൾ കാമ്യ കാർത്തികേയന് 16 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഓർത്തു വയ്ക്കുക. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡിന് അർഹയായത് കാമ്യ കാർത്തികേയനാണ്. മാത്രമല്ല 7 ഭൂഖണ്ഡങ്ങളിലുമായി ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡും കാമ്യ കാർത്തികേയനാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പോൾ എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡിന് അർഹയായത് കാമ്യ കാർത്തികേയൻ. അതുപോലെ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആര് തന്നെയാണ്? കാമ്യ കാർത്തികേയൻ തന്നെയാണ്. നെക്സ്റ്റ്, 2024 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായത് ആരാണ്? ബോളിവുഡ് താരമായ മിഥുൻ ചക്രവർത്തിയാണ്. ഓക്കെ, ഓർത്തു വയ്ക്കുക. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. അപ്പോൾ 2024 ഈ ഒരു ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായത് ആരാണ്? ബോളിവുഡ് താരമായ മിഥുൻ ചക്രവർത്തിയാണ്. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് മിഥുൻ ചക്രവർത്തിക്ക് ഈ ഒരു പുരസ്കാരം ലഭ്യമായത്. ഓർക്കുക. നെക്സ്റ്റ്, വനം വകുപ്പിൻ്റെ കീഴിൽ പുതിയ ബയോളജിക്കൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോട്. വനം വകുപ്പിൻ്റെ കീഴിൽ പുതിയ ബയോളജിക്കൽ പാർക്ക് നിലവിൽ വരുന്നത് കോഴിക്കോടാണെന്ന് ഓർക്കുക. നെക്സ്റ്റ്, കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് ആരംഭിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് ആരംഭിക്കുന്നത്. ശരീരത്തിൻ്റെ ഏറ്റവും വലിയ അവയവമാണ് സ്കിൻ അല്ലെങ്കിൽ ത്വക്ക്. അത് ശേഖരിച്ച് പ്രിസർവ് ചെയ്ത് ആവശ്യക്കാരായ രോഗികളിലേക്ക് എത്തിക്കുക എന്നതാണ് സ്കിൻ ബാങ്കിൻ്റെ ലക്ഷ്യം. അപ്പോൾ അത്തരത്തിലൊരു സ്കിൻ ബാങ്ക് കേരളത്തിൽ ആദ്യമായി ആരംഭിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണെന്ന് ഓർക്കുക. നെക്സ്റ്റ്, 2025 കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? എം മുകുന്ദൻ. 2025 കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് എം മുകുന്ദൻ. കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചതെന്ന് ഓർക്കുക. 1 ലക്ഷം രൂപയാണ് പുരസ്കാരം. ഓക്കെ, 2025 കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് എം മുകുന്ദനാണ്. കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അദ്ദേഹത്തിന് ഒരു പുരസ്കാരം ലഭിച്ചത്. 1 ലക്ഷം രൂപയാണ് പുരസ്കാരം എന്നോർക്കുക. നെക്സ്റ്റ്, 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായത് ആരാണ്? ചലച്ചിത്ര താരമായ ജഗതി ശ്രീകുമാറാണെന്ന് ഓർക്കുക. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായത് ജഗതി ശ്രീകുമാർ.